ഭർതൃപീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തി ആലപ്പുഴയിൽ ജീവനൊടുക്കിയ രേഷ്മയുടെ ആത്മഹത്യാക്കുറിപ്പ്. ഭർത്താവിന്റെ വീട്ടുകാരുടെ മാനസിക പീഡനവും ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധവുമാണ് രേഷ്മയുടെ ജീവനെടുത്തതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. 7 പേജോളം നീളുന്ന ആത്മഹത്യാക്കുറിപ്പിൽ 2.5 പേജ് സൂചിപ്പിക്കുന്നത് ഭർത്താവ് അജിത്തിന് ചേട്ടത്തി അമ്മയായ സുജിതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. തന്റെ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവിന്റെ അച്ഛനാണെന്ന് അയാൾ അവകാശപ്പെട്ടപ്പോൾ ഭർത്താവ് എതിർത്തില്ലെന്നും രേഷ്മ വേദനയോടെ എഴുതുന്നു. എനിക്ക് അജിത്തേട്ടനെ മറക്കാൻ കഴിയില്ല. ആ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാനും കഴിയില്ല. ഞാനും അജിത്തുമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളിന്ന് പരസ്പരം ഒരുപാട് അകലെയാണ്. സുജിതയ്ക്ക് സ്വന്തം ഭർത്താവുമായുള്ള ബന്ധം ഇനി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സുജിതയോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്തവകാശമുണ്ടെന്ന് സുജിത ചോദിച്ചപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും ആത്മഹത്യയ്ക്ക് പ്രവണതയുണ്ടെന്ന് കത്തെഴുതിയതും ഒരു പൊറോട്ട കഴിക്കാത്തതിൻ്റെ പേരിലാണ് വഴക്ക് തുടങ്ങിയത്. ഞാനും അജിത്തും തമ്മിൽ വഴക്കുകൾ ഇല്ലാതെ ജീവിക്കുന്നത് സുജിതയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അജിത്തേട്ടൻ എന്നെ ശൂരനാട് കൊണ്ടുവിട്ടാൽ പിന്നെ വിളിക്കാറില്ല. അമ്രുവിനെ വിളിക്കും. അജിത്ത് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, എന്നെ കേൾക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അജിത്ത് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിരുന്നു. അജിത്തിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഒരു തവണ ഞാനത് പിടിച്ചിരുന്നു. പക്ഷേ അതിൽ അജിത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അജിത്തിൻ്റെ കൂടെ നിന്നു. പിന്നീട് മെസ്സേജുകൾ പലതും കണ്ടിരുന്നു. ഫോൺ എൻ്റെ കയ്യിൽ തന്നില്ല. സ്ത്രീധനമായി തന്ന 25 പവൻ സ്വർണവും അജിത്തിൻ്റെ ആവശ്യത്തിനായി പണയം വെച്ചു. അത് എവിടെയാണെന്നോ എന്താവശ്യത്തിനാണെന്നോ പറഞ്ഞില്ല. ഒരു ദിവസം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. സ്വർണത്തെ ചൊല്ലി പലതവണ വഴക്കുണ്ടാക്കി. പിന്നെ അതും ചോദിക്കാതെയായി. എനിക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ എൻ്റെയോ കുഞ്ഞിൻ്റെയോ ഒന്നും ചെലവുകൾ അറിയിച്ചിരുന്നില്ല. ജോലിയില്ലാതെ വന്നപ്പോൾ അജിത്തിനെ ആശ്രയിക്കേണ്ടി വന്നു. വീട്ടിലിരുന്ന തുണികൾ കീറിയിട്ട് പോലും വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 18ാമത്തെ ദിവസം സ്വർണം പണയം വെച്ചു. 6 പവൻ്റെ താലിമാല 28 ദിവസം തികച്ച് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ജോലിക്ക് പോയി 1.5 പവൻ്റെ മാല വാങ്ങി. കുറേ മൈക്രോ ഫിനാൻസുകളിൽ നിന്നും എൻ്റെ പേരിൽ ലോണുകൾ എടുത്തിട്ടുണ്ട്. അതൊന്നും എൻ്റെ ആവശ്യത്തിനെടുത്തതല്ല. അജിത്തിൻ്റെ അച്ഛൻ എൻ്റെ മകനെ അയാൾ ഉണ്ടാക്കിയതാണെന്ന് വരെ പറഞ്ഞു. ഇതിൽ കൂടുതൽ എങ്ങനെ സഹിക്കാനാവും? മകൻ്റെ ഭാര്യയുടെ ഗർഭം അയാൾ ഉണ്ടാക്കിയതാണെന്ന് ഇത് കേട്ടപ്പോഴും അജിത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല. സുജിതയും എൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം അവരാണ് എന്ന് രേഷ്മ തൻ്റെ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമെന്നും പക്ഷേ തൻ്റെ വിധി ഇതാണെന്നും മാതാപിതാക്കൾക്കുള്ള കുറിപ്പിൽ രേഷ്മ വ്യക്തമാക്കുന്നു. സ്ത്രീധനമായി നൽകിയ ഉരുപ്പടികളെല്ലാം തിരികെ വാങ്ങണമെന്നും മകനെ നന്നായി നോക്കണമെന്നും നന്നായി പഠിപ്പിക്കണമെന്നും വിശദീകരിച്ചാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലപ്പുഴ പുന്നപ്രയിലെ ഭർത്താവിൻ്റെ വീട്ടിൽ 29 വയസ്സുകാരിയെ രേഷ്മ ജീവനൊടുക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.